ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്കൻഡ് ഡേയ്സിൻ്റെ എപ്പിസോഡ് 3 ആണ്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് ശ്രമിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 10K സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ എയിം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മറ്റേ പെൺകുട്ടി ലേറ്റ് ആയിട്ട് കടയിലോട്ട് വരികയാണ്. അപ്പോൾ ഷിന്ന് കാണുകയാണ് സാക്കമോട്ടോ ഈ പെൺകുട്ടി 2 മണിക്കൂറാണ് ലേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ഫയർ ആയി. അപ്പോൾ സാക്കമോട്ടോ പറയുന്നുണ്ട് കുഴപ്പമില്ല 2 മണിക്കൂറല്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഷിന്ന് സ്റ്റോക്കിൽ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഡിറ്റർജൻറ്റ് വെച്ചിരിക്കുന്നത് കാണുന്നത് മറ്റേ പെൺകുട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിനകത്തോട് ഡിറ്റർജൻറ്റ് വെച്ചേക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇതിന് മുന്നേ ഒരു ജോലി ചെയ്തിട്ടില്ല. അതും പറയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നു. നീ എന്താണ് ചെയ്യുന്നത്? അപ്പോഴെങ്കിൽ അവൾ പറയുന്നുണ്ട് ഇല്ല, മുമ്പ് ഞാൻ അച്ഛൻ്റെ കൂടെ കുറേ ജോലി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഷിന്ന് സാക്കമോട്ടോ എടുത്ത് പറയുന്നുണ്ട് സാക്കമോട്ടോ ഇവളെ ഇവിടെ നിന്ന് ഫയർ ചെയ്യാൻ സാക്കമോട്ടോയ്ക്ക് നല്ല, അല്ലെങ്കിൽ കടയിൽ വരുന്ന കസ്റ്റമേഴ്സൊക്കെ സാക്കമോട്ടോ പിടിച്ചിടിക്കും. ഇവൾ ഈ കടയിൽ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ കടയുള്ള സമാധാനം പോകും എന്ന് സാക്കമോട്ടോയോട് അവൻ പറയാണ്. പിന്നെ ഭയങ്കര സമാധാനം, ഇങ്ങനത്തെ ഇഷ്ടംപോലെ മാഫിയകൾ വരെ ഉണ്ട്. ഈ മാഫിയകളെല്ലാം കടയിലോട്ട് വരികയാണെങ്കിൽ ഉള്ള സമാധാനം പോയി കിട്ടും എന്ന് അവൾ അവനോട് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ കടയിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. പിന്നെ നീ ലേറ്റായിട്ട് വന്നതിൻ്റെ അടുത്ത് സോറി പറയണം. പിന്നെ ഷിൻ പോയി നിന്റെ ജോലി ചെയ്യും എന്ന് സാക്കമോട്ടോ അവർ സംസാരിക്കുകയാണ്. ഇത് കണ്ട് അവർ ഷോക്കാവാണ്. കാരണം എന്താ വെച്ചാൽ സാക്കമോട്ടോ ഇതൊരു ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാനിങ്ങനെ കൂടെ 3 വർഷം വർക്ക് ചെയ്തു, എന്നിട്ടും അങ്ങനെ 3 വാക്കിൽ കൂടുതൽ ഒന്നും മിണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇത്ര പെണ്ണ് ചേഞ്ച് ആകും. ഷിന്ന് അവനെ മനസ്സിൽ ആലോചിക്കുക, എന്താ നിങ്ങൾ രണ്ടുപേരും നോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ കൊല്ലുന്നതായിരിക്കും എന്ന് അവർ രണ്ടുപേരും എടുത്ത് സാക്കമോട്ടോ വീണ്ടും പറയാണ്. ഇതുകൊണ്ട് ഷിന്നിന് ഡൗട്ട് കൂടി വരികയാണ്. എനിക്കറിയാവുന്ന സാക്കമോട്ടോ തന്നെയാണോ ഇത്രയും സംസാരിക്കുന്നത്? ഇത് സാക്കമോട്ടോ തന്നെയാണോ എന്ന് പറഞ്ഞ് ഷിന്നിന് ഡൗട്ട് വീണ്ടും കൂടി വരികയാണ്. അപ്പം തന്നെ അവിടെ വേറെ കാര്യം നടക്കുകയാണ്. അവിടെ വീണ്ടും സാക്കമോട്ടോ വരികയാണ്. അപ്പോൾ 2 സാക്കമോട്ടോ കടയിലുണ്ട്. സാക്കമോട്ടോ അതൊന്ന് മൈൻഡ് ചെയ്ത് തിരിച്ചു പോയിട്ട് ആ ചേറി വരുന്നതിന് ശേഷം ന്യൂസ് പേപ്പർ വായിക്കുന്നു. മറ്റേ സാക്കമോട്ടോ ഇരിക്കുന്ന സാക്കമോട്ടോ എടുത്ത് കത്തി വെച്ച് കുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ സാക്കമോട്ടോ നൈസായിട്ട് ഡോജ് ചെയ്ത് മാറുന്നുണ്ട്. തന്നെ അവിടെ ഇരുന്ന സാക്കമോട്ടോ ഒരു ബ്ലൈഡ് എടുത്തതിന് ശേഷം ആ സാക്കമോട്ടോയുടെ ഫ്രണ്ടിലോട്ട് ചൂണ്ടുന്നുണ്ട്. മറ്റേ സാക്കമോട്ടോ ഒരു ഗൺ എടുത്തതിന് ശേഷം ഒറിജിനൽ സാക്കമോട്ടോയുടെ ഫ്രണ്ടിൽ ചൂണ്ടുന്നുണ്ട്. കണ്ടിട്ട് കുറേ നാളായി അല്ലേ സാക്കമോട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ഒറിജിനൽ രൂപത്തോട്ട് വരികയാണ്. അവൻ നിന്നിരുന്ന സാക്കമോട്ടോ. ഇവന്റെ പേര് നഗുമോ എന്നാണ്. നഗുമോ സാക്കമോട്ടോയോട് വർക്ക് ചെയ്തിരുന്ന ഒരു പഴയ ഒരു അസാസിൻ. നഗുമോ ഷിനിനോട് മറ്റേ പെൺകുട്ടിയോട് പറയാണ് സോറി, നിങ്ങൾ തന്നെ ആദ്യപ്പോഴേ പറഞ്ഞായിരുന്നു ഞാൻ ഫേക്ക് ആണെന്ന്. അപ്പം തന്നെ അവന് മോത്ത് ഗുണം കൊടുക്കുന്നുണ്ട്. സോറി, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് സോറി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ്, എൻ്റെ പേര് നഗുമോ എന്ന് പറഞ്ഞിട്ട് അവനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പിന്നെ എൻ്റെ ഏജ് 18 അപ്പോഴാണെങ്കിൽ അവനും അവക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര ഏജ് ഒരു അസാസിൻ ആണോ. അപ്പോൾ സാക്കമോട്ടോ അവിടെ പറയാം ഇവൻ്റെ ഏജ് 18 27. പിന്നെ ഇവനും എന്നെ പോലെ ഒരു ഹിറ്റ്മാനാണ്, അല്ല സൂപ്പർ മാർക്കറ്റിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോഴെങ്കിൽ അവർ രണ്ടു ചേർന്നിട്ട് ഇവനെ കെട്ടിയിട്ടതിന് ശേഷം കുറേ തുറന്ന കള്ള മാത്രമേ പറയുള്ളൂ അല്ലേടാ എന്ന് ഷിന്ന് അവനോട് പറയണം. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, നഗുമോ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബൗണ്ടി മേക്കേഴ്സ് സാക്കമോട്ടോയുടെ തലയ്ക്ക് ഇപ്പോൾ പുതിയ ബൗണ്ടി അനൗൺസ് ചെയ്തു. എത്രയെന്ന് വെച്ചാൽ 1 ബില്യൺ എന്നത്തിൽ അത് അവിടേക്ക് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവളും അവരൊന്നും വിശ്വസിക്കുന്നില്ല. കാര്യം ഇത്രയും പറഞ്ഞ കള്ളമാണെങ്കിൽ ഇതും കള്ളം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇത് സത്യമാണ് എന്ന് നഗുമോ അവരോട് പറയാണെങ്കിൽ ആ കടയിൽ ഒരു പിസ്സാമൻ വരുന്നുണ്ട്. അപ്പോഴെങ്കിൽ മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇവിടെ പിസ്സ ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ പിസ്സാമൻ ആണെങ്കിൽ സാക്കമോട്ടോ എടുത്തുകൊണ്ട് പിസ്സ വെക്കാൻ പോകുമ്പോൾ അവൻ ആലോചിക്കുകയാണ് പിസ്സാമൻ അവനെ കെട്ടിയിട്ടേക്കാണോ, എന്നാൽ പിന്നെ അവനെ ബലിയാടാക്കിയതിനെ സാക്കമോട്ടെ തട്ടാം, എന്നാൽ എനിക്ക് 1 ബില്യൺ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ പിസ്സാമനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അതിനുശേഷം പിസ്സാമൻ 2 കത്തിയെടുത്തതിന് ശേഷം നഗുമോനെ അപ്പുറത്തും ഇപ്പുറത്തും കഴുത്തിൽ വെച്ചതിന് ശേഷം പറയുകയാണ് മര്യാദയ്ക്ക് നീ സറണ്ടർ ആയിക്കോ, ഇല്ലെങ്കിൽ അവനെ കൊല്ലുന്നതായിരിക്കും. സാക്കമോട്ടോ ആണെങ്കിൽ ഒന്ന് മൈൻഡ് ചെയ്ത് ആ പിസ്സ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നഗുമോ പെട്ടെന്ന് അവൻ്റെ പൊസിഷൻ മാറ്റിയതിന് ശേഷം നഗുമോ എന്ന സ്ഥലത്ത് ആ പിസ്സാമൻ വരികയും പിസ്സാമൻ എന്ന സ്ഥലത്ത് നഗുമോ നിൽക്കുകയാണ്. ഇതുകൊണ്ട് ഷിന്നൊരു നെട്ടിപ്പോവാണ്. കാരണം എന്താ വെച്ചാൽ ഷിന്നിന് പോലും അവനെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. നഗുമോ അവനെ വിട്ടേരെ എന്ന് സാക്കമോട്ടോ അവനോട് പറയുകയാണ്. അപ്പം നഗുമോ പറയുന്നുണ്ട് നോക്ക് സാക്കമോട്ടോ ഇതുപോലത്തെ കുറേ അസസിനെ നിന്നെ കൊല്ലാൻ നീ പറ്റിയ പുതിയ ടേമിൽ നിൽക്കുകയല്ലേ, നീ ആരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നീ പിന്നെ ആരെയും കൊല്ലാതെ പിന്നെ നീ ഇതിനെ ജീവിക്കുവാടാ. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് മാഫിയ നിന്റെ ആ ഒരു ബൗണ്ടി കൈക്കലാക്കാൻ നടക്കും, ഇൻക്ലൂഡിങ് ഞാൻ വരെ. നീ എന്നെ ഡിഫെൻഡ് ചെയ്യും എന്ന് സാക്കമോട്ടോ നഗുമോ പറയുന്നത്. അപ്പം നഗുമോ പറയാണ് സോറി ഞാൻ ചുമ്മാ കിഡ് ചെയ്ത് ഞാൻ ഇതിനൊന്നും ചെയ്യില്ല സാക്കമോട്ടോ, നിനക്കറിയാലോ കാരണം നമ്മൾ തമ്മിൽ വർക്ക് ചെയ്ത ദിവസങ്ങളൊക്കെ എപ്പോഴും മിസ് ചെയ്യാറ്. സാക്കമോട്ടോ നീ റിട്ടയർ ആയതിനു ശേഷം തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വേണ്ടി നടപ്പുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, ഈ കട വരെ ചിലപ്പോൾ നശിച്ചു പോയി. പിന്നെ ഇവനുണ്ടല്ലോ ഇവനായിരിക്കും ചിലപ്പം ആദ്യത്തെയും അവസാനമായിട്ടുള്ള ഇത്രയും വീക്കായിട്ടുള്ള അസസിൻസ് വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നതൊക്കെ വളരെ ഹൈടെക് ആയിട്ടുള്ള വളരെ കില്ലറായിട്ടുള്ള അസസിൻസ് ആയിരിക്കും ഈ കടയിൽ വരാൻ പോകുന്നതിനെ കൊല്ലാൻ. ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നഗുമോ ആണെങ്കിൽ ആ പിസ്സാമാൻ എടുത്തതിന് ശേഷം ആ കടയ്ക്ക് വെളിയിൽ പോകണം. അപ്പോൾ നഗുമോ ആണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ അവിടെ നിന്ന് മാറി പോകുകയാണ്. എന്നെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, കാരണം അത്രയും മില്ലി സെക്കൻഡിലാണ് നഗുമോ അവനെയും കൊണ്ട് അവിടെ നിന്ന് സാക്കമോട്ടോ ആ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടി പിസ്സ ബോക്സിൽ നോക്കിയാണ്. അപ്പോൾ തന്നെ അവിടെ വേറെ ആൾക്കാർ ആ ഒരു പിസ്സ ബോക്സിൽ ഒരു ക്യാമറ വെച്ചിട്ട് വേറൊരു ഓർഗനൈസേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ആ തടിച്ചുരുണ്ട് ആ കണ്ണാടി ഡേഞ്ചർ എന്നാണ്, പക്ഷേ എനിക്ക് കണ്ടിട്ട് മറ്റേ കർപ്പൂടിക്കാരനുള്ള ഡേഞ്ചർ ആയിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നഗുമോനാണ് അവർ പറയുന്നത്. അവിടെ ഇരിക്കുന്ന ഒരാൾ വേറൊരാളത്ത് പറയുന്നുണ്ട് ഇപ്പോഴും ഈ കോസ്റ്റ്യൂമിലാണ് അസാസിനൊക്കെ ചെയ്യാറുള്ളത്, പക്ഷേ ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആയല്ലോ എന്ന് പറയുന്നുണ്ട്. ക്ലീനർ അസാസിനോട് ഇത് പറയാൻ ഒരു അർഹതയില്ല. അപ്പോഴെങ്കിലും ആ പറഞ്ഞവൻ പറയുന്നത് സോറി എന്നെ ക്ഷമിച്ചു തരാം. അപ്പോഴെങ്കിലും അവിടെ ഇരിക്കുന്ന ബോസ് അവരോട് പറയാണ്
നിങ്ങൾ സാക്കമോട്ടോനെ അത്ര കുറച്ച് കാണണ്ട. കാര്യം സാക്കമോട്ടോ ഒരു വലിയൊരു അസാസിനാണ്. നിങ്ങൾക്ക് ആരും അവനെ പറ്റി അറിയാത്തതുകൊണ്ട് അവനെ കൊല്ലുക എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ കാര്യമല്ല, വളരെ 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 റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവനെ കഷ്ടപ്പെടുത്തി കൊല്ലുക എന്ന് മാത്രം. അതിനുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ജോൺ ഡിങ്കായ് എന്ന് പറയുന്ന ഒരു അസാസിനെ പറ്റി ആ ബോസ് പറയണം. അപ്പോഴെങ്കിലും അവിടെ ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്, മറ്റേ റിട്ടയർ ആയ അർബൻ ലെജൻഡ് ആണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്കമോട്ടോ വളരെ മാസമായിട്ട് അവൻ്റെ ഗണ്ണെടുത്തതിന് ശേഷം ആ പിസ്സ ബോക്സിൽ നേരെ ചൂണ്ടിയിട്ട് പറയാണ്, ഇനിയും നിങ്ങൾ എന്നെ തേടി വരികയാണെങ്കിൽ നരകം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സാക്കമോട്ടോ ആ ഒരു പിസ്സ ബോക്സിനെ നോക്കി ചൂണ്ടി ഷൂട്ട് ചെയ്യുകയാണ്. കൂടെ അപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും നെട്ടുകയാണ്. അവരാരും വിചാരിച്ചൊരു നോക്കിയില്ല ആ സർവൈലൻസ് ക്യാമറ സാക്കമോട്ടോ കണ്ടുപിടിക്കുമെന്ന്. അവിടെ നിന്ന് കട്ടെ സാക്കമോട്ടോ ഷിന്നും കൂടെ വെളിയിരിക്കുകയാണ്. സാക്കമോട്ടോ അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, കാരണം സാക്കമോട്ടോ ബൗണ്ടി ഇപ്പോൾ 1 ബില്യൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അങ്ങനെയാണെങ്കിൽ സാക്കമോട്ടോ തേടി ഇഷ്ടംപോലെ അസാസിൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ആലോചിച്ചൊന്നും ഇപ്പോൾ വിഷമിക്കേണ്ട. കാര്യം ഇപ്പം തന്നെ നമുക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്. അപ്പോൾ സാക്കമോട്ടോയുടെ മോൾ അവിടെ വരികയാണ്. സാക്കമോട്ടോയുടെ മോൾ പറയുകയാണ്, അച്ഛാ നമുക്ക് നാളെ ഷുഗറിനെ കാണാൻ പോകും. അല്ല ഈ ഷുഗർ ആരാ എന്ന് സാക്കമോട്ടോയോട് ഷിന്നി ചോദിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ സാക്കമോട്ടോ പറയുന്നുണ്ട്, അയ്യോ ഞാൻ കംപ്ലീറ്റ്ലി മറന്നു പോയല്ലോ. അപ്പോൾ സാക്കമോട്ടോയുടെ ഭാര്യ പറയുന്നു, ഞാൻ നാളെ രാവിലെ നേരത്തെ എൻ്റെ നിങ്ങൾക്ക് കഴിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് സാക്കമോട്ടോയുടെ ഭാര്യ സാക്കമോട്ടോയോട് പറയുന്നു. അവിടെ നിന്ന് കട്ടെയാണ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കാണിക്കുന്നത്. വേറൊന്നുമല്ല, ഷുഗറിന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ആ അമ്യൂസ്മെന്റ് പാർക്കിലത്തെ ഒരു ക്യാരക്ടറാണ് ഷുഗർ എന്ന് പറയുന്നത്. സാക്കമോട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതാണല്ലേ താങ്കൾ ഇന്നലെ പേടിച്ചത്. അതിനുശേഷം എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാ റൈഡിലും കയറി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാക്കമോട്ടോയ്ക്കും മറ്റേ പെൺകുട്ടിക്കും മാത്രം പേടിയാവുന്ന റൈഡിൽ കയറി. അതിന് സാക്കമോട്ടോയുടെ ഭാര്യയും സാക്കമോട്ടോയുടെ മോളും ആ ബണ്ണിയെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അവക്കും ഷിനും യഥാർത്ഥ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി സാക്കമോട്ടോയെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴെങ്കിലും അവർ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും, ആരൊക്കെ എവിടെ നിന്ന് നമുക്ക് ഇതിനെ അറിയാൻ പറ്റും. അപ്പോഴെങ്കിൽ അവൻ പറയുന്നത്, നീ പേടിക്കണേ, എനിക്ക് 50 മീറ്റർ റേഡിയസിൽ എനിക്ക് എല്ലാവരും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ടെലിപ്പത്തിക്കൽ പവർ ഉണ്ട്. സാക്കമോട്ടോയെ കൊല്ലണം വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇന്റൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അവരുടെ ഫീലിംഗ്സ് വെച്ച് എന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും അവർ അസസിനാണോ അല്ലേ. അപ്പോൾ ഇത്രയും കാലം നീ എൻ്റെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഷിൻ്റെ കണ്ണിൽ മറ്റേ ക്ലീനർ അസാസിനെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിന് സാക്കമോട്ടോ പറയുന്നുണ്ട് അവനെ സൂക്ഷിക്കാൻ പറഞ്ഞു. സാക്കമോട്ടോ ആണെങ്കിൽ വളരെ കൂളായിട്ട് ആ ഒരു അസാസിനെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകണം. അപ്പോഴേക്കും അസാസിനാണെങ്കിൽ ആ ഒരു അവസരം മുതലാക്കി സാക്കമോട്ടോയെ കുത്താൻ നോക്കാം. സാക്കമോട്ടോ ഒന്ന് അവനെ തിരിഞ്ഞൂല് നോക്കാതെ സാക്കമോട്ടോ കയറുന്ന ഒരു പേനെടുത്തതിന് ശേഷം അവനെ നെഞ്ചാമൂട് നോക്കി കുത്തി കൊടുക്കുക. ഇതെങ്ങനെ അവനെന്നെ തിരിഞ്ഞൂല് നോക്കിയില്ല, പിന്നെ എങ്ങനെ അവനെ കുത്തി എന്ന അസാസിനെ അവനെ മനസ്സിലാലോചിക്കുകയാണ്. അപ്പോൾ തന്നെ ഷിന്നും മറ്റുള്ളതിന് ശേഷം അവനോട് എടുത്തോണ്ട് പോകും. ശരിക്കും സാക്കമോട്ടോ കിടിലം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ കൊന്നിട്ട് പോലില്ല. കാര്യം അവനെ ബോധം കെടുത്താൻ വേണ്ടി ആർട്ടറിയിലല്ല കുത്തി, ഒരു ബ്ലൈൻഡ് സ്പോട്ടിലാണ് കുത്തി. ഇതൊക്കെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ഒരു അസാസിൻ പറയണം. അപ്പോൾ അവൻ നോക്കായി, ഇനി ഞാൻ ഇവിടെ പണിക്കുള്ളൂ. ആ ഷിന്നെന്ന് പറയുന്നവൻ എനിക്ക് തലവേദന ആയിരിക്കും. കാര്യം അവന് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. ആ ഷിന്നിനെ മാറി കടന്ന് സാക്കമോട്ടോ അടുത്ത് പോകാന്ന് വെച്ചാൽ കുറച്ച് പണിയായിരിക്കും എന്ന അസാസിൻ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഞാൻ ആ ഷിന്നെന്ന് പറയുന്ന അവൻ്റെ മൈൻഡിൽ പെടാതിരിക്കണമെങ്കിൽ എൻ്റെ മൈൻഡ് വളരെ ചില്ലായിരിക്കണം, എന്നാൽ മാത്രമേ അവൻ്റെ മൈൻഡിൽ എൻ്റെ മൈൻഡ് പോകാതിരിക്കും. അവിടെ നിന്ന് കേട്ട് ഷിന്ന് നടന്നു നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാണ്. ആ സമയം നോക്കി മറ്റേ അസാസിൻ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഷിന്ന് പറയുകയാണ്, എന്തോ ഇവിടെ ഉള്ള പോലെ എനിക്ക് തോന്നി. അതിനുശേഷം അവരെല്ലാവരും ചേർന്നിട്ട് റോളർ കോസ്റ്ററിൽ കയറാണ്. അപ്പോൾ സാക്കമോട്ടോ ഈ ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് ടൈറ്റ് ആയിരുന്നു ആ റോളർ കോസ്റ്ററിലത്തെ ആ ഒരു സംഭവം. ആ ഒരു റോളർ കോസ്റ്ററിൽ തന്നെ മറ്റേ അസാസിനും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഷിന്നോട് മറ്റേ പെൺകുട്ടി ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത്. അത് പിന്നെ നമ്മളിവിടെ ലാസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാവരും മൈൻഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഷിന്നെ ആ ഫ്രണ്ടിരിക്കുന്ന ആ ഒരു സിൽവർ മുടിയിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. അപ്പോഴെങ്കിൽ ഷിന്ന് പറയുന്നുണ്ട്, ഞാൻ നോക്കി നോക്കാൻ ഡൗട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് അസാസിൻ ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ എത്ര കൂളായിട്ട് ഇരുന്നിട്ടും അവരെ കണ്ടുപിടിച്ചു. ഇത് ഷിന്ന് കേൾക്കുകയാണ്. ഷിന്ന് അപ്പോൾ തന്നെ സാക്കമോട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാക്കമോട്ടോ ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു സിൽവർ മുടി അവൻ അസാസിനാണ്, നിന്നെ കൊല്ലാനിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഒരു അസാസിനാണെങ്കിൽ സാക്കമോട്ടോ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സാക്കമോട്ടോയുടെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയതുകൊണ്ട് ആ ഒരു ഗ്ലാസ്സിൽ ബുള്ളറ്റ് തട്ടിരിച്ച് മാറി പോവുകയാണ്. അവൻ്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയിരുന്നു, ശ്രദ്ധിച്ചില്ല എന്ന് അസാസിൻ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷിന്നാണെങ്കിൽ അവൻ്റെ ഒരു പിസ്റ്റളത്തിന് ശേഷം ഒരു സേഫ്റ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു റോളർ കോസ്റ്റർ സേഫ്റ്റി ഗാർഡ് പൊട്ടിക്കുകയാണ്. ഷിന്ന് എന്നിട്ട് ആ ഒരു റോളർ കോസ്റ്റർ ഒന്ന് ചാടുകയാണ്. എന്നിട്ട് താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുമ്പോഴേക്കും മറ്റേ റോളർ കോസ്റ്റർ അപ്പം തന്നെ അവിടെ വരികയാണ്. കൃത്യമായിട്ടും ആ ഒരു അസാസിൻ്റെ അടുത്ത് തന്നെ അവൻ ലാൻഡ് ചെയ്യണം. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ പിസ്റ്റൾ വെച്ചിട്ട് ആ ഒരു അസാസിൻ്റെ ആ ഒരു ഗാർഡും കൂടെ പൊട്ടിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആ ഒരു റോളർ കോസ്റ്റർ ഒന്ന് ചാടിയതിനു ശേഷം ആ ഒരു റോളർ കോസ്റ്ററിലത്തെ ആ ഒരു ട്രാക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അസാസിനാണെങ്കിൽ ഷിന്നോട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല, നീ വളരെ സ്മാർട്ടാണ്. അപ്പോൾ തന്നെ അവിടെ റോളർ കോസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിൻ അവിടെ നിന്ന് ചാടുന്നുണ്ട്. ആ ഒരു സെക്കൻഡ് നോക്കി അവനാണെങ്കിൽ ഒരു കൂർണ എടുത്തതിന് ശേഷം ഷിന്ന് നേരെ എറിയാണ്. ഒരു കൂർണയിലാണെങ്കിൽ പോയിസൺ ഉണ്ടായിരുന്നു. അതിൽ തുറണം അവൻ്റെ കാലി കൊള്ളുകയാണ്. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം അറിയാവോ, അതിലൊരു കൂർണായി പോയിസൺ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പോയിസൺ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നീ കൂടുതൽ നേരം ജീവിച്ചിരിക്കാൻ പോകുന്നത്, ഇപ്പോൾ തന്നെ ചാവാൻ പോവുകയാണ്. പിന്നെ മറ്റേ അവനുണ്ടല്ലോ സാക്കമോട്ടോ, അവൻ്റെ കണ്ണീത്തിനുണ്ട് അവന് മരിക്കാൻ വേണ്ടി നല്ല പേടിയുണ്ടെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതേ സെയിം ടെക്നിക്ക് തന്നെയാണ്, നിനക്ക് മരിക്കാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് നീ ചാടിയപ്പം ഒരു കൂർണ നിന്റെ തലയ്ക്ക് സൈഡിൽ കൂടെ സ്ലിപ്പായി പോയി. പക്ഷേ ഒരെണ്ണം നീ ശ്രദ്ധിച്ചില്ല, നിന്റെ കാലിൽ കൊണ്ട്. നീ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെ, പക്ഷേ നീ പറഞ്ഞ ഒരെണ്ണം മാത്രം തെറ്റാണ്. എന്താണെന്നറിയാമോ, സാക്കമോട്ടോയ്ക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ കാര്യം, അവനിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, നിന്നെ പോലെയല്ല. അവനിപ്പം ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലി ഉണ്ട്. പിന്നെ അവൻ പഴയ ഹിറ്റ്മാൻ അല്ല, ഇപ്പം അവൻ ഒരു ഫാമിലി ഗൈയാണ്. പിറകെ കൂടെ ഒരു റോളർ കോസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷിന്നാണെങ്കിൽ ചെറുതായിട്ട് ചാടുകയാണ്. ഇത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായിരിക്കും അവൻ പതിയെ ചാടി. അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാവുന്നത്, അവൻ ചാടിയത് എന്തിനാന്ന് വെച്ചാൽ ഷിന്നാണെങ്കിൽ ആ ചാടിയതിനു ശേഷം അവൻ ആ ഗാർഡിൽ അവൻ്റെ കാല് വെക്കുകയാണ്. അപ്പം സ്പീഡിൽ പോയിട്ട് അവനെ പിടിക്കുകയാണ്. ഷിന്നാണെങ്കിൽ അവനെ പിടിച്ചതിന് ശേഷം അവൻ്റെ കൈ വെച്ച് ഓരോട് ഇടിക്കുന്നുണ്ട്. പക്ഷേ അസാസിനാണെങ്കിൽ എല്ലാം ഡോജ് ചെയ്ത് മാറുകയാണ്. കാരണം എന്താ വെച്ചാൽ ഷിന്നിലെ കണ്ണിൽ കാഴ്ചയില്ല. കാര്യം എന്താ വെച്ചാൽ ഒരു പോയിസൺ കാരണമാണ്. അപ്പോൾ ഷിന്നാണെങ്കിൽ അവിടേക്ക് എല്ലാവരും മൈൻഡ് റീഡ് ചെയ്യണം. പെട്ടെന്ന് സാക്കമോട്ടോയുടെ മോളെ മൈൻഡ് അവന് റീഡ് ചെയ്യാൻ പറ്റുകയാണ്. പെട്ടെന്ന് ബണ്ണി ഇപ്പോൾ ഇടിക്കുമെന്ന് പറയുകയാണ്. അതെന്താ വെച്ചാൽ സാക്കമോട്ടോയുടെ മോള് അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു
ഷോയിലത്തെ ബണ്ണിനെ ചീർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിന്നാണെങ്കിൽ അവനെയും കൊണ്ട് ആ ഒരു ഷോ നടന്ന സ്ഥലത്തോട്ട് വീഴുകയാണ്. അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടത്? അപ്പോൾ ഷിന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ വന്നാലേ പറ്റുള്ള കാര്യം ഒരു ആവശ്യമുണ്ട്. അപ്പോഴെങ്കിലും അവിടെ നിന്ന ആ ഒരു പവർ റേഞ്ചർ പോലെ തരുന്ന ആൾ അസാസിനോട് പറയാണ്, എന്തിനാണ് നീ ഇവിടെ വന്നത്? അപ്പോഴെങ്കിലും അസാസിൻ പറയാണ്, മര്യാദയ്ക്ക് ഇവിടെ പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആ ഒരു പവർ റേഞ്ചർ പോലത്തെ ആളോട് പേടിക്കുകയാണ്. അപ്പോഴെങ്കിലും ഷിന്നാണെങ്കിൽ കോസ്റ്റ്യൂം മാറിയ ശേഷം ആ ഒരു ബണ്ണിയായിട്ട് വന്നതിന് ശേഷം അവൻ്റെ മുഖത്തേക്ക് ഒരു പഞ്ച് കൊടുക്കുകയാണ്. അപ്പോഴെങ്കിലും അസാസിൻ പറയാണ്, നീ ഇപ്പം എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം നിനക്ക് കണ്ണ് കണ്ടുകൂടല്ലോ. അപ്പോഴെങ്കിൽ ആ ഒരു കില്ലറാണെങ്കിൽ അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ എല്ലാം മിസ് ചെയ്ത് വളരെ നൈസായിട്ട് ആ ഒരു കില്ലറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ട് ആ ഒരു അസാസിൻ വരെ നെട്ടിപ്പോയാണ്. കാരണം എന്താ വെച്ചാൽ അവന് കണ്ണ് കണ്ടുവരുന്നിട്ടും പക്ഷെ അവനാണ് അവൻ ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോഴെങ്കിൽ സാക്കമോട്ടോയുടെ മോള് സാക്കമോട്ടോ പറയുന്നത്, നോക്കാച്ചാ കിള്ളായിട്ടുണ്ടല്ലേ? അപ്പോഴും നോക്കുമ്പോൾ സാക്കമോട്ടോ ആ ഒരു ഷോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കമ്മേ, ഒരു കൊച്ചുകുട്ടിനെ പോലെ അച്ഛനാണെങ്കിൽ ആ ഷോ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൾ അമ്മ പറയുന്നുണ്ട്, അതാണ് മോളെ, അച്ഛനാണെങ്കിൽ ആ ഷോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്നത്. റൈറ്റ്, ലെഫ്റ്റ്, മിസ്സേജ്, അപ്പർ കട്ട്, വീണ്ടും മിസ്സേ എന്ന് പറഞ്ഞിട്ട് സാക്കമോട്ടോയാണ് അവനെല്ലാം കമാൻഡ് കൊടുക്കുന്നത്. അവനാണെങ്കിൽ അതുപോലെ കേട്ട് ചെയ്യുന്നത്. അസാസിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവൻ കണ്ണ് കാണാതാണ് ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന് മുഖത്ത് ഇപ്പം തന്നെ ഇഷ്ടംപോലെ പഞ്ച് കൂടെ ചെയ്യണം. അവൻ അസാസിനാണെങ്കിൽ വളരെ പ്രാന്തായിട്ട് ഷിനിന്റെ കണ്ണ് മുറിച്ച് നോക്കിയാണ് ആ ഒരു തുണിയിലെത്ത്. അപ്പം നോക്കുമ്പോഴാണെങ്കിൽ ഷിനി കണ്ണടച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവൻ നോക്കാതെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നേരം. സാക്കമോട്ടോ ഷിന് ഒരു ലാസ്റ്റ് മൂവ് കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതും കൂടെ ഷിൻ അങ്ങ് ചെയ്യുകയാണ്. കൊള്ളാം ഷിൻ, നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പോഴാണെങ്കിൽ ഷിന്നെ സാക്കമോട്ടോ പറയുന്നത്, സാക്കമോട്ടോയ്ക്ക് വേണ്ടി ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? അവിടെ വെച്ച് എപ്പിസോഡ് 3 എൻ്റെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനിയുള്ള സാക്കമോട്ടോ ഡേയ്സിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ആലൻ എക്സ്പ്ലനർ സൈനിങ് ഔട്ട്.